എല്ലാവർക്കും ഗൈഡേ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കുക. അപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡിൽ നിങ്ങൾ ഇന്നലെ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ സത്യഭാമയുടെയും ശാരദ ടീച്ചറുടെയും ഫുഡ് കോമ്പറ്റീഷനിൻ്റെ ഇടയിലേക്ക് നമ്മുടെ സുസ്മിതയും കൂടെ മത്സരിക്കാൻ ഇറങ്ങുകയാണ്. കാരണം രണ്ടുപേരെ ജയിപ്പിക്കാൻ അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾ സുസ്മിത എന്തെങ്കിലും പണി ഒപ്പിക്കുമെന്ന് നമുക്കറിയാം. അതിനുവേണ്ടി നമ്മുടെ സുസ്മിത ഇറങ്ങിത്തിരിക്കുകയാണ്. കൂടെ ഉപേന്ദ്രനുണ്ട്, നമ്മുടെ രോഹിത്തുണ്ട്, ചന്ദ്രബോസും ഉണ്ട്. കാരണം ഇവർക്ക് കിട്ട തിരിച്ചടി ഇനി അവരിലേക്ക് ഏൽപ്പിക്കുക, ഇനി അവരെ ഭിന്നിപ്പിക്കുക എന്നതാണ് അവരുടെ ഏറ്റവും അടുത്ത ലക്ഷ്യം. എന്നാൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് അവർക്കറിയാം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മുടെ സുസ്മിത. പിന്നെ ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ വിഷ്ണു ഇതെല്ലാം കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുമ്പോൾ സത്യഭാമയോട് പറയുന്നുണ്ട്, അമ്മ ഞാനിപ്പോൾ കള്ളനല്ല, ഞാൻ സ്പിരിറ്റ് കച്ചവടത്തിൽ ഇതായതല്ല, ഞാൻ എൻ്റെ തെറ്റുകളെല്ലാം തിരുത്തി, പിന്നെ ഞാൻ കുറ്റവാളിയല്ല എന്ന് മനസ്സിലാക്കി ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ അമ്മയുടെ മകൻ ഒരു തെറ്റും ചെയ്യത്തില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സത്യഭാമയ്ക്ക് വലിയൊരു ഇതൊന്നും വരുന്നില്ല. അപ്പോൾ സത്യഭാമയോട് പറയുന്നു ഫുഡ് എടുത്തു വയ്ക്കാൻ പറയുന്നു. അങ്ങനെ ഇവർ 3 പേരും കൂടെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ വിഷ്ണുവിന് എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയോടും ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു ഉരുള വാരിയിട്ട് നമ്മുടെ രാഘവൻ നായരുടെ വായിലേക്ക് വയ്ക്കും. അതിലേക്ക് വയ്ക്കുമ്പോൾ രാഘവൻ നായരുടെ അത് സന്തോഷത്തോടു കൂടി വാങ്ങി കഴിക്കുകയാണ്. അപ്പം സത്യഭാമയാണ് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം രാഘവൻ നായർ കണ്ടോടാ മോനെ, അവൾക്ക് അസൂയ വരുന്നുണ്ട്, നീ എനിക്ക് വരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ സത്യഭാമ എന്നിട്ടും അനങ്ങുന്നൊന്നുമില്ല. അപ്പോൾ വിഷ്ണു എന്ത് ചെയ്തു, അടുത്ത ഉരുള പാരിയിട്ട് തൻ്റെ അമ്മയുടെ വായിലേക്ക് നീട്ടുകയാണ്. അപ്പോൾ സത്യഭാമയാണെങ്കിൽ അത് ആദ്യം നോക്കുന്നേയില്ല, വാങ്ങുന്നുണ്ട്. അപ്പം വിഷ്ണുവിന് മനസ്സിലായി ഇത് വാങ്ങത്തില്ല എന്നുള്ളത്. അങ്ങനെ വിഷ്ണു പതുക്കെ തിരികെ ഇങ്ങനെ വെക്കാൻ നേരത്ത് തിരികെ കൈ ഇങ്ങനെ വലിക്കാൻ നേരത്ത് നമ്മുടെ സത്യഭാമ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പതുക്കെ എഴുന്നേറ്റിട്ട് 2 കൈയും നമ്മുടെ വിഷ്ണു ഇങ്ങനെ ചോറ് വായിലേക്ക് വെക്കാനുള്ള ആ കൈയിലേക്ക് പിടിച്ചിട്ട് ആ 2 കൈയും കൂട്ടി പിടിച്ച് തൻ്റെ സ്വന്തം വായിലേക്ക് വെച്ച് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ സത്യഭാമയുടെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഉതിർന്നു വീഴുകയാണ്. കാരണം തൻ്റെ മകനോടുള്ള സ്നേഹം ആ ഒരു നിമിഷം അവർ മനസ്സിലാക്കുന്നത്. കാരണം ആ മകൻ വാരി കൊടുക്കുന്ന ഉരുളയ്ക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ സത്യഭാമയുടെ ഒരു എന്താ പറയുക, ഈ സത്യഭാമ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ അവരൊരു അമ്മയായി, കാരണം നല്ലൊരു സ്നേഹമുള്ള ഒരു അമ്മയുടെ വാത്സല്യം അതിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.